ഹലോ, മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയ സന്തോഷം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ പുതിയ ഫ്ലാറ്റിലേക്കുള്ള കുറച്ച് ഷോപ്പിംഗ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് എല്ലാം വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് ഐക്യയിലാണ്. അതിവിടെ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഐക്യ ഉള്ളത്. അപ്പോൾ ഐക്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഐക്യ. ഹോം ഫർണിച്ചർ ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും എന്ന് വേണ്ട A to Z എല്ലാ ഐറ്റംസും അവിടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വലിയൊരു ഏരിയയാണ്. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ചടങ്ങാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഷോപ്പിംഗ് രീതി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ മനസ്സിൽ വിചാരിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര തവണ ഷോപ്പിങ്ങിന് പോകാനായാലും എത്ര നേരം അതിന് സ്പെൻഡ് ചെയ്യാനായാലും ഞങ്ങൾ രണ്ടുപേരും റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിൽ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. പിന്നെ ജോക്കുൻ്റെ മാൾട്ടിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എവിടെ പോയാലും അത് അവരുടെ ലോകമാക്കി മാറ്റി അവർ അവരുടേതായ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ അവരത് എൻജോയ് ചെയ്യും കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, അത്രമാത്രം വലിയൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിത് അവിടെയുള്ള ഓരോ ഐറ്റംസ് നോക്കിക്കൊണ്ട് പോവാണ് കേട്ടോ. ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് തൊട്ടും പിടിച്ച് നോക്കിയൊക്കെ കണ്ടുവരുമ്പോൾ തന്നെ അത്യാവശ്യം സമയമാവും കേട്ടോ. അത്യാവശ്യമായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് മറന്നു പോണ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം മേടിക്കാൻ മിസ്സാവണ ഒരു ഇഷ്യൂ ഒന്നും വരില്ല. അപ്പോൾ അത് കാരണം നമുക്കത് എപ്പോഴും ഉപകാരമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജോക്കുൻ്റെ മാൾട്ടിയുടെ കാര്യം എന്താ, അവരാ ട്രോളി എടുത്തിട്ട് രണ്ടുപേരും അതിൽ മാറി മാറി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കളിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലാറ്റിനകത്തും പുറത്തൊക്കെ ആയിട്ട് കുറച്ച് പ്ലാൻസ് വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ അത് നമുക്ക് അത്യാവശ്യമില്ല, അതിന് മുൻപ് നമുക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രം വാങ്ങാനായിട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അടുത്ത ഒരു ഷോപ്പിങ്ങിലാണ് നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാലും അവിടെ എത്തുമ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മളതൊക്കെ ഒന്ന് നോക്കി പോകും കേട്ടോ. അപ്പോൾ അതേ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്, പല റേഞ്ചിലുള്ള പല വെറൈറ്റി ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഐക്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് ഇവിടെ വരാനും വാങ്ങാനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നത്. ഒരു ചെറിയ ഐറ്റം മുതൽ വലിയ ഐറ്റം വരെ എല്ലാത്തിനും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടല്ല കേട്ടോ ഇവിടെ വരുന്നത്, ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഖത്തറിലുള്ളവർ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്ന് പറയണം. മുൻപ് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ആയാലും ബെഡ്റൂം ആയാലും ബാത്റൂം ആയാലും എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരുപാട് ഐഡിയ കിട്ടും. കാരണം അവരവിടെ ഒരു കിച്ചണും ബാത്റൂമും ഒക്കെ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ അതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാത്ത ഒരു പുതിയ ഐഡിയ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ചെന്ന് നമുക്കത് കാണുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കിച്ചണിലേക്കും ബാത്റൂമിലേക്കും ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന കാണുമ്പോഴായിരിക്കും നമുക്കൊരു ഐഡിയ വരാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് ഇന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത് കാണുമ്പോഴാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ ഐറ്റംസൊക്കെ നോക്കി നടക്കുന്നതിനിടയിൽ ജോക്കും മാളട്ടിയും അവർക്ക് പറ്റുന്ന ഓരോ ഐറ്റംസൊക്കെ നോക്കി അവരുടേതായ രീതിയിൽ അതൊക്കെ പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാട്ടോ. അപ്പോൾ ജോക്കുതേ കാര്യമായിട്ട് അതൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാളൂട്ടിയാണെങ്കിൽ ഈ സമയത്ത് മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവളുടേതായ രീതിയിൽ ഓരോ പരിശോധനയും കാര്യങ്ങളും പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവളും നല്ല തിരക്കിലാണ് കേട്ടോ. പിന്നെ ഈ ഫ്ലവറും പ്ലാന്റ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ പോകാനായിട്ട് ഞങ്ങൾക്ക് മനസ്സ് വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത തവണ എന്തായാലും കുറച്ച് പ്ലാന്റ്സും ഫ്ലവറൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ എന്തായാലും മറ്റു കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നത് കൊണ്ട് പിന്നെ അതിൽ അത്രയും ഫോക്കസ് കൊടുത്തില്ല. എന്നാലും ഒന്ന് പോകുന്ന വഴിക്ക് കാണുകയാണെങ്കിൽ ഒന്ന് ഞങ്ങൾ നോക്കും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വൈൻ ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ്, അതുപോലെ കപ്പുകൾ, ഇതിൻ്റെയൊക്കെ വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം നമ്മളതിൽ നിന്ന് ജ്യൂസ് കുടിക്കാനുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു സെറ്റ് എടുത്തു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റ് എടുത്തു. ഓരോ ഐറ്റത്തിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ കാണുന്നത് കേട്ടോ ബാത്റൂമൊക്കെ അവർ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളിത് ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി നടക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്ന ഓരോ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇല്ലെങ്കിലും ചിലപ്പോൾ ചിലത് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്കത് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും കേട്ടോ.
പിന്നെ ഇവിടെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടോ, വലിയ തിക്കുതിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് വളരെ സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഐക്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ദേ നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്തു കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയണ പോലെ എല്ലാതും കിട്ടിയിട്ടുമില്ലേ, ഇനി നമുക്ക് കിട്ടാനുണ്ട്. പിന്നെ ചെടികളോട് ഒരു ഇഷ്ടം ഇത്തിരി കൂടുതലായതുകൊണ്ട് ആ ഒരു ഏരിയ മാത്രം ഞങ്ങൾ രണ്ടാമതും പോയി കുറേ നേരം നോക്കിയിട്ടോ. ഓരോ ചെടിയുടെ റേറ്റും അതിൻ്റെ പേരും ഒക്കെ വീണ്ടും ഞങ്ങൾ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് നമ്മളിവിടെ നിർത്താണ്. ഞങ്ങൾ 4 പേരും നടന്ന് ശരിക്കും ടയേർഡായിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിച്ചോളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.